Christianity and women, Bible and women, Jesus and women, church and women. അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലേ കുറച്ചൊക്കെ കൈൻഡ് ഓഫ് സബോർഡിനേറ്റ് നേച്ചർ അല്ലേ? മെയിൽ ഈസ് മോർ ഡോമിനന്റ്. ഞാൻ ചെയ്തില്ല, നമ്മുടെ ഇതിൽ അമ്മ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അറിയല്ലേ? ആ കൺസെപ്റ്റ് കുറച്ച് മിസ്ഇന്റർപ്രറ്റഡ് ആണ്. അത് ബൈബിളിൽ തന്നെ അതുണ്ട്. നോക്കട്ടെ, അത് പറയൂ. നോക്കി ഭയങ്കര എക്സെപ്ഷണൽ. അത് പറഞ്ഞാൽ പോയാൽ ഇവരെല്ലാരും കൈയ്യടിക്കും. ശരിയല്ല? ഇഷ്ടംപോലെ മെയിൽ ക്യാരക്ടേഴ്സ് ആണ്. ആരൊക്കെയാണ് മെയിൽ ക്യാരക്ടേഴ്സ്? മെയിൽ ക്യാരക്ടേഴ്സ് ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ്. Abraham, patriarchs, Abraham, Isaac, Jacob, then comes Joseph. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? That was a patriarchal society. At a very crucial moment of history, God uses a woman. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയായിരിക്കും. ക്രൂഷ്യൽ ശരിക്കല്ലേ? ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് അറിയത്തില്ല. ലൈഫിൽ ഒരു ക്രൂഷ്യൽ മൊമെന്റ് വരട്ടെ, വീട്ടിലൊരു ഡിസോർഡർ വരട്ടെ, who is going to intervene? Amma. Here comes the Amma with the BGM, right? Amma will be coming with a solution and she will be taking control. She will guiding us in the right way. First we have to discuss what is Jesus' attitude towards women. She's a fan girl actually. She's a fan girl. അത് നിങ്ങൾക്കറിയാമോ, അന്ന് ഈ കോടതിയില്, കോർട്ട് റൂമില് സ്ത്രീകളുടെ ടെസ്റ്റിമണീസ് വാസ് നോട്ട് വാല്യൂഡ്. പുതുമയൊന്നുമല്ല, ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ആൾക്കാർക്ക് സംശയമുള്ള ചോദ്യമാണ്, വൈ വി ഡോണ്ട് ഹാവ് വിമൻ പ്രീസ്റ്റ്? സ്ത്രീ പൗരോഹിത്യം, വൈ വി ഡോണ്ട് ഹാവ്? നിങ്ങൾക്ക് വിമൻ പ്രീസ്റ്റ് നിങ്ങൾ അച്ഛന്മാരാവും. ചിലപ്പോൾ നമ്മളിങ്ങനെ ആളുകളൊക്കെ പറയും, ഈ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അപ്ലിഫ്റ്റിന് വേണ്ടിയിട്ട് സഭ ഒന്നും ചെയ്തിട്ടില്ല. ഒരിക്കലും അത് നിങ്ങൾ അതിന്റെ ഒന്നും പുറകെ പോകരുത്. വൈ? സി അവർ സിസ്റ്റേഴ്സ്. എന്തിനു നമ്മൾ ആ വെയിൽ ഇടണം? അങ്ങനെ ഇടാറുണ്ടോ? ഇവിടെ ഓസ്ട്രേലിയയിലൊക്കെ നിങ്ങൾ വെയിൽ ഇടാറുണ്ടോ? ഉണ്ടോ? ഇവർ ഇടാറുണ്ടോ? ഞാൻ പറയാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആൽബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക. ഈ കുട്ടികളിൽ കുറെ പേരെ വളരെ ഫെമിലിയർ ആണ് നിങ്ങൾക്ക്. തൊട്ട് മുമ്പ് ആൽബിന്റെ എപ്പിസോഡ് അബൌട്ട് കൺഫെഷൻ ഇവർ തന്നെയായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ആൻഡ് വി ഹാവ് എ ന്യൂ ഫ്രണ്ട് വിത്ത് us, Eric. Eric, most welcome. Eric, the program is called ALB, ALB. Someone among them will explain what is ALB. What is the full form of ALB? Ask, learn, believe. Ask, learn and believe. Ask a question, learn something, finally believe. That is ALB. And this is going to the 6th episode of ALB. Now, since it is what is specialty of March 8, most probably this video will be reaching you on March 8th. What specialty of March 8th? I think it's International Women's Day. You think so? No. International Women's Day. Yeah, fine. So, what do you think? Shall we discuss on the same topic? നമുക്ക് അത് തന്നെ സംസാരിച്ചാലോ? Women's Day. Women's Day means Women's Day അല്ല particular. Women. Christianity and women, Bible and women, Jesus and women, church and women. How is it? Yes, I'm You have some questions? Yeah. With regard to the topic? Yes. So നമുക്ക് ഇന്ന് എല്ലാവർക്കും, all of you there, എല്ലാവർക്കും വിമൻസ് ഡേ ഗ്രീറ്റിംഗ്സ് സ്നേഹപൂർവ്വം നേരുന്നു. ഈ ഡിസ്കഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. Listen to it and share it. Yes, let's begin. അച്ഛാ, എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. Yes, Manu. ബൈബിളിൽ എന്താ എക്സ്പ്ലനേഷൻ ഓഫ് women, biblical understanding? What is it? Yeah. You have a Bible with you? Yeah, I did. You have a Bible in your mobile, right? Yeah, I did. Can any one of you read Genesis chapter 1 verse 27? Genesis chapter 1 verse 27. All those you attending the discussion, you may take the Bible if it's okay for you the time. Take Genesis 1:27. Yes, read it. ആരാണ് ആദ്യം കിട്ടുന്നത്? Yes. So God created man in his own image. In the image of God, God created him. Male and female created he them. Yeah. Male and female. God created them male and female. Yes. And both of them were created in the image and likeness of God. You got it? അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. രണ്ടുപേരെയും സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യം. That means there is equality in dignity. Equality
in dignity, but there is distinction or difference in who will feel it. Yeah, in men and women. Like, I feel like That's equality in dignity. Both of them must be treated in the same way, but there are differences or distinctions in vocation. Each women and men are called differently, but they have got the same dignity. Got it? Yes. Now it's your turn, Mia. Come on. aren't women usually like in the Old Testament, New Testament, and in general seen as like a helper to the men, or like a helper? അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലേ കുറച്ചൊക്കെ കൈൻഡ് ഓഫ് സബോർഡിനേറ്റ് നേച്ചർ അല്ലേ മെയിൽ ഈസ് മോർ ഡോമിനന്റ് ആൻഡ് വിമൻ ഓഫൻ വർക്ക്സ് ആസ് എ സപ്പോർട്ടർ. ഞാൻ നമ്മുടെ വീട്ടിൽ അമ്മ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അമ്മ കുറച്ചൊക്കെ ചെയ്യാറുണ്ടോ സപ്പോർട്ട് ചെയ്യുന്ന പോലെ? യെസ്, ഫൈൻ. ആ കൺസെപ്റ്റ് ഒരു കുറച്ച് മിസ്ഇന്റർപ്രറ്റഡ് ആണ്. അത് ബൈബിളിൽ തന്നെ അതുണ്ട്. ആരാണ് അടുത്തത് ബൈബിൾ വായിക്കുന്നത്? ജനസിസ് 2:18. ജനസിസ്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം. ജനസിസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മലയാളം വായിക്കാൻ അറിയാമോ? നോക്കി വായിക്കാൻ അറിയൂടാ? മലയാളം വായിക്കാൻ അറിയാം അല്ലേ? അക്ഷരങ്ങൾ അറിയാം, അറിയാം. ജനസിസ് 2:18, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം. And the Lord God said, "It is not good that the man should be alone. I will make him a help meet for him." I should make him a helper fit for him. I should make a helper fit for him. Who is this helper? In the creation account, who is that helper? Eve. I will make a helper fit for him. A helper who is very suitable for him. That helper, that word is Esser. Helper fit for him. ഇത് എഴുതിയത് ഏത് ലാംഗ്വേജിലാണ്? ഹീബ്രു. എക്സാക്ട്ലി. ഹീബ്രുവിൽ അതിന്റെ ഫ്രേസ് എന്താണെന്നറിയാമോ? എസർ കനക്തോ. That means a helper fit for him. Then what is the Hebrew word for helper? Esser. What is that? Esser. ഈ എസർ എന്നുള്ള വാക്കില്ലേ, ഹെൽപ്പർ, അത് ബൈബിളിൽ പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ആരെ കുറിച്ചാണ് അറിയാം? ആരെ കുറിച്ചാണ് അറിയാം? എസർ. Here, who is Esser? Eve is Esser for whom? For Adam. Eve ആദത്തിന്റെ സഹായകയാണ്, ഹെൽപ്പറാണ്. അപ്പൊ നമുക്ക് എപ്പോഴും തോന്നും ഹെൽപ്പർ ഈസ് സബോർഡിനേറ്റ്. ഹെൽപ്പർ മീൻസ് സംതിങ് സെക്കൻഡ് റോൾ, അസിസ്റ്റിംഗ് റോൾ. പക്ഷെ ബൈബിളിൽ ഈ എസർ എന്നുള്ള വാക്ക് പിന്നെ വേറെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആർക്കറിയാമോ? ഫോർ ഗോഡ്, ദൈവത്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാല് ബൈബിളിൽ പല ആവർത്തി നമ്മൾ കാണും. For those people who wish to refer, I will suggest the passages Psalm 33:20, 121:2, 75, Deuteronomy 33:29. ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നത് God is Esser. That means God is helper to whom? To the people, to Israel. God is helper for Israel. Does that mean God is subordinate to Israel? No. അത്രേ ഉള്ളൂ. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ആ ലോജിക്ക് തെറ്റാണ്. എസർ എന്ന് വിചാരിച്ച സബോർഡിനേറ്റ് ആണെന്ന് അർത്ഥമില്ല. കിട്ടുന്നുണ്ടോ? Is that clear? That means Esser here means a strong helper, a rescuing partner, a vital support. God is the vital support for Israel. That means woman is the vital support for man. That doesn't mean that she is subordinate. അപ്പൊ അത് തെറ്റായിട്ട് മനസ്സിലായി പോയതാണ്. അപ്പൊ അത് അല്ല കേട്ടോ. Equals. അതുകൊണ്ടാണ് Saint Augustine. Have you heard of Saint Augustine? Yeah. What do you know about him? I just heard. കേട്ടിട്ടുണ്ട്, അത്രേ മതി. Any idea about Saint Augustine? കേട്ടിട്ടുണ്ടോ? വലിയ കാര്യം ദൈവമേ. സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ വുമനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ത്രീയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം ആദത്തിന്റെ എവിടെ നിന്നാണ്? Not from the head, right? Is it from the head? No. Why? If it is from the head, women will dominate man. If it is from head, women will dominate man. Not from the feet. Feet നിർത്താനല്ല, she will be dominated by. എവിടെ നിന്നെടുത്തത്? From his side. You know why? From his side, equals. Both should treat other as equal. You got it? ഇന്നത്തെ വേറെ രസമുള്ള കാര്യം അറിയാമോ? ഈ സൈഡിൽ നിന്നല്ലേ ആര് വന്നത്? ആദത്തിന്റെ സൈഡിൽ നിന്ന് ആര് വന്നു? ഈവ് വന്നു. ആദത്തിന്റെ സൈഡിൽ നിന്ന് ഈവ് വന്നു. ഏതെങ്കിലും കണ്ടുപിടിക്കാമോ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം? ആദത്തിന്റെ the first man
ആദത്തിന്റെ സൈഡിൽ നിന്ന് ഈവ് വന്നു. അതിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനം കണ്ടുപിടിക്കുക. അത് പറഞ്ഞാൽ ഈ ഡിസ്കഷൻ കഴിയുമ്പോൾ ഇവര് നിങ്ങൾക്ക് സമ്മാനം തരും. ഇത് കണ്ടുകൊണ്ട് നിങ്ങളെ കുറിച്ച് ഭയങ്കര മതിപ്പായിരുന്നു. പലരും പറഞ്ഞു ഇത്രയും കുട്ടികൾക്ക് അറിവുണ്ടല്ലോ എന്നൊക്കെയാ പറഞ്ഞേ. നോക്കട്ടെ അത് പറയൂ നോക്കട്ടെ. ഭയങ്കര എക്സെപ്ഷണൽ. അത് പറഞ്ഞാൽ പോയാൽ ഇവരെല്ലാരും കൈയടിക്കും. പിന്നെ അത് തന്നെ ഞാൻ ആവർത്തിക്കാം. ആദം ഫസ്റ്റ് മാൻ. ആദത്തിന്റെ സൈഡിൽ നിന്ന് ആര് വന്നു? ഫ്രം ഹിസ് സൈഡ് കെയിം ഈവ്. ക്ലൂ അതാണ്. ചിന്തിച്ചു നോക്കി. Can you connect it to something else? Can you connect it to something else? God in Eric? God in Jesus. What is that? Explain it. Father, Son, What is that? Any idea? No way. രക്ഷയില്ല. ഹാർട്ടിന്റെ എന്തിനാണോ? നോക്കാം. Yeah, see. ഞാൻ പറയാം. First Adam, and from his side came Eve. Who is second Adam? Second Adam is Jesus. Second Adam is Jesus. And from his side came the church. His side was pierced on the cross, and from there came blood and water. Blood signifies Holy Eucharist, and water signifies Holy Spirit. And Holy Eucharist and Holy Spirit can be found in the church. That means it is a birth of church. It's a birth of. On the side of Jesus came the church. You got it? The bride of the bridegroom. Jesus is the bridegroom, and church is the bride, as Adam and Eve. കിട്ടിയോ? Yes, fine. Good. That's it. അപ്പോൾ ഇനി അടുത്തത് ഇനി എന്താ ഉള്ള ചോദിക്കാൻ? I had one about നമ്മുടെ Old Testament. It doesn't reference females as much as it does with like male dominant figures. Why is that? ശരിയല്ല. ഇഷ്ടംപോലെ മെയിൽ ക്യാരക്ടേഴ്സ് ആണ്. ആരൊക്കെയാണ് മെയിൽ ക്യാരക്ടേഴ്സ് ഇൻ ഓൾഡ് ടെസ്റ്റമെന്റ്? Abraham, patriarchs, Abraham, Isaac, Jacob, then comes Joseph, then comes Moses, then comes David, then all those prophets, Isaiah, Jeremiah, Ezekiel, Elijah. Male dominant. You know why? Because Bible was written in a patriarchal society. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? That was a patriarchal society. Patriarchal society ആണെന്ന് അറിഞ്ഞിട്ട് വേണം പിന്നെ നമ്മൾ അന്വേഷിക്കേണ്ടത്. Still women is valued, is addressed with respect in the Bible. ഇനി നിങ്ങൾക്ക് കണ്ടുപിടിച്ചേ ബൈബിളിലെ സ്ത്രീകളുടെ പേരുകൾ കണ്ടുപിടിച്ച് മെയിൻ ക്യാരക്ടേഴ്സ് സ്ത്രീകൾ. Obviously the first one male. Eve is the mother of mankind, right? Eve. Then comes Sarah is the mother of the people of covenant. Then anyone else? Any other characters? We got Hannah is there, mother of Samuel. Hannah, who bursted out into tears in the church, in the temple of God, and Eli came and consoled her. Then Ruth, fine, good. Naomi, yes. Then Hagar, fine. Then someone. There's a lady. See, Israel, the people of Israel, getting out of Egypt. Soon after crossing the Red Sea, they started worshipping God, and it was a woman who led the worship. Who was that? Miriam. And we have got a woman judge. Judges are those people who led the people of Israel after entering the promised land, the land of Canaan. And that's the very അവരെ നയിച്ചവരുടെ പേരാണ് judges, ന്യായാധിപന്മാർ. And there's a woman judge. Who is that? A woman judge. That is Deborah. Deborah is a woman judge. അങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാർ. ഫൈൻ. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി. ബൈബിളിൽ ഇഷ്ടംപോലെ നമുക്ക് ആദ്യത്തെ കാഴ്ചയില് പുരുഷന്മാരെ കാണുന്നുള്ളതേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ്സ് എ പേട്രിയാർക്കൽ സൊസൈറ്റി. അപ്പൊ നമ്മൾ ആ പേട്രിയാർക്കൽ സൊസൈറ്റി ആയിട്ട് കൂടെ ഇത്രയും വുമൻസ് ആർ മെൻഷൻഡ് അല്ലെ? മെൻഷൻഡ്. അത് വളരെ കാര്യമായിട്ട് ചുമ്മാ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് സെന്റൻസ് ഞാൻ പറയട്ടെ. At crucial moments of the history of Israel, at every crucial moment of the history of Israel, God walks through a woman. At every crucial moment of history, God uses a woman. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയായിരിക്കും. ഒരു ക്രൂഷ്യൽ ശരിക്കും അല്ലേ? ഇങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് അറിയത്തില്ല. ലൈഫിൽ ഒരു ക്രൂഷ്യൽ മൊമെന്റ് വരട്ടെ, വീട്ടിലൊരു ഡിസോർഡർ വരട്ടെ, who is going to intervene?
Amma. Here comes the Amma with the BGM, right? Amma will be coming with a solution and she will be taking control. She will guiding us in the right way. Amma has a role, right? Same thing in Bible also. Yes, fine, good. You got it. Old Testament കിട്ടി. ഇനി അടുത്തതിൽ പോട്ടെ. Yes. So we've seen all these like side characters in the Old Testament. Side characters. Side characters. That's it. They are main characters. Should not call them side characters. Okay, it's not a side dish something like that. We have a main course, then side dishes, all those women. No, it's not like that. Yeah, But shit. they have got equal importance. Yes, fine. Then. But shit. As a main character, Amala Wondergirl. What's your opinion about her? Like, what's so much importance? In Christianity, no other woman is honored as Hi. Mary. that high as Mother Mary, right? Mother Mary. Even the New Testament begins with the yes of Mother Mary. If she was not able to say that yes to the divine will, salvation wouldn't have happened. Because actually God was waiting at the doorstep. God was waiting at the doorstep of mankind. That means at the doorstep of Mother Mary. And the Mary. If she says yes, then the salvation project is on. If she says no, not yet. Yeah. See, that much powerful Mother Mary is. You got it? Mother Mary is the first one who cooperated with the project of salvation. ഒരു സ്ത്രീയാണ് തുടങ്ങി വെച്ചത് സാൽവേഷന്റെ പ്രൊജക്ട് ദൈവത്തോട് സഹകരിച്ചത്. You got it? Well, that means through Eve, sin entered humanity. Through Eve, through Mary, salvation entered mankind. Yes. You got it? Yes. Yeah. Good. Then, what else? But why do we like pray to Mary though? Like, Actually, we are not praying to Mary. We are seeking intercession. We are seeking intercession. മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നൊരു കൺസെപ്റ്റ് അല്ല. മാതാവിനെ ഒന്ന്, ഷീ ഈസ് എ മോഡൽ ഫോർ അസ് ഹൗ എ ക്രിസ്ത്യൻ ഷുഡ് ബി. അതിന്റെ ഏറ്റവും നല്ല മോഡൽ മദർ മേരിയാണ്. മദർ മേരിയേക്കാൾ നല്ലൊരു മോഡൽ നമുക്കില്ല. ഷീ ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡിസൈപ്പിൾ ഓഫ് ജീസസ്. No one is as good as a follower as Mother Mary. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് കിട്ടുന്ന ഏറ്റവും നമ്മുടെ പ്രശ്നം ഈ ഇന്റർസെഷൻ ഫാക്ടർ ആണ് മേളിൽ കയറി കിടക്കുന്നത്. കാരണം നമുക്ക് പോലും കിട്ടണ്ടേ മാധ്യസ്ഥ്യം. പക്ഷെ മാധ്യസ്ഥത്തെക്കാൾ മേളിൽ ഷീ ഈസ് ദ മോഡൽ ഓഫ് ക്രിസ്ത്യാനിറ്റി. ഷീ ഈസ് ദ പെർഫെക്റ്റ് മോഡൽ ഓഫ് ക്രിസ്ത്യാനിറ്റി. ഓക്കെ, ഗോട്ട്. യെസ്, ഫൈൻ. Then In New Testament, like I've heard that there's been like some controversy. Paul is a main disciple of Jesus, and he has mentioned, or like I've heard, that he doesn't like women in the church should be. he hasn't got much appreciation towards women. Yeah. അങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ? പുള്ളിക്ക് വലിയ താല്പര്യമില്ലാത്ത പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടല്ലേ? അങ്ങനെയല്ല, like, അതിനു മുമ്പ് നമുക്ക് എന്ത് പറയേണ്ടി വരും? പോളിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് what is Jesus' attitude towards women. What is Jesus' attitude towards women? എന്താ തോന്നുന്നത്? Equal sector. yeah. Equal. കാരണം വെച്ചാല് നമ്മൾ പറഞ്ഞ് മനസ്സിലായില്ലേ, that was a patriarchal society. That is a patriarchal society where men rule, women were not even considered. അങ്ങനെയുള്ള സൊസൈറ്റിയിൽ ആക്ച്വലി നമ്മൾ ഇപ്പൊ വായിക്കുമ്പോൾ ജീസസ് ചെയ്തൊക്കെ വളരെ യൂഷ്വൽ ആയിട്ട് ഫീൽ ചെയ്യും, ബിക്കോസ് വി ലിവ് ഇൻ എ സൊസൈറ്റി ലൈക്ക് ദാറ്റ്. പക്ഷെ അന്ന് ഈശോ ചെയ്തപ്പോ ആക്ച്വലി ഹി വാസ് എ റെവല്യൂഷണറി. എന്തൊരു റെവല്യൂഷൻ ഈശോ കൊണ്ടുവന്നത്. ബീങ് എ റബായി, ബീങ് എ ടീച്ചർ, he talked to women. He spent time with women. He healed women, isn't it? He appreciated women, and he even guarded a woman sinner. ഇതെല്ലാം ഈശോ ചെയ്തു. അപ്പൊ ഭയങ്കര വിപ്ലവമല്ല ഈശോ ചെയ്തത്. അപ്പോൾ ഡോണ്ട് തിങ്ക് ദാറ്റ് ജീസസ് ഈസ് അഗൻസ്റ്റ് വുമൻ. ഈശോയുമായിട്ട് ഇങ്ങനെ എൻകൗണ്ടർ നടന്നിട്ടുള്ള സ്ത്രീകൾ ആരൊക്കെയാ? ഈശോയുമായിട്ട് കണ്ടുമുട്ടുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുള്ള സ്ത്രീകളുടെ പേരുകൾ പറഞ്ഞു. Mary Magdalene. Mary Magdalene, a main character. Mary Magdalene, actually, she is an ardent follower of Jesus. Maybe the best word to define her is the ultimate fan of Jesus. In our terms, right? She's a fan girl, actually. She's a fan girl. She's a fan girl, Mary Magdalene. Why? Because once she lived a life of sin, but once she converted to Jesus, she was following him, even his shadow. She was following even his shadow. That's why we can see her at the foot of cross. Yeah. Oh yeah. No disciples were there other than John, but she was there. That means she is the best fan girl of Jesus. Yes, fine. Then any others? Martha, exactly. Martha. Then Samaritan woman with whom Jesus engaged in a serious discussion, which we see in John 4. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് സമരിയാക്കാരിയുമായിട്ട് ഡീറ്റെയിൽഡ് ടോക്ക്. And she
She had 5 husbands. Oh yeah. She had 5 husbands, and the one whom she is living with, that means living together, living together, and that is not her husband. And still Jesus spending time with such a lady. നമുക്കറിയാം എന്തോരം ഗോസിപ്പ് സ്പ്രെഡ് ചെയ്ത് തന്നെ അങ്ങനെ still Jesus is taking care of her dignity, and Jesus is valuing her. Jesus is seeing a missionary in her. That's why she is going and attracting a whole village to Jesus. She took a whole village to Jesus because there's a potentiality of a missionary, even a sinner. Got it? Yes, fine. ഈശോ നിങ്ങൾ പറയും ഈശോ സ്ത്രീകളെ വാല്യൂ ചെയ്തതിന്റെ ഏറ്റവും നല്ല തെളിവ് എന്നറിയാമോ? ഏതാ? ഓ resurrection വന്നപ്പോ ആദ്യം പറഞ്ഞത് സ്ത്രീകളാണ്. Oh yeah. The resurrection news was first shared to women, not to Peter, not to John, never to Thomas. It was shared to women. It was Mary Magdalene who first came to know that Jesus is not there in the tomb. The empty tomb was first witnessed by Mary Magdalene. And she all the way traveled to Peter and the co-apostles and informed them that the body is not found in the tomb. That's the first resurrection message. ഉയർപ്പിന്റെ സന്ദേശം ആദ്യം വെളിപ്പെടുത്തിയത് സ്ത്രീകൾക്കാണ്. കിട്ടുന്നുണ്ടോ? അത് നിങ്ങൾക്കറിയാമോ, അന്ന് ഈ കോടതിയില് കോർട്ട് റൂമില് സ്ത്രീകളുടെ ടെസ്റ്റിമണീസ് വാസ് നോട്ട് വാല്യൂഡ്. സാക്ഷികളാകുക എന്ന് പറയത്തില്ലേ, വിറ്റ്നസ് ആയിട്ട് സ്ത്രീകളെ കൺസിഡർ ചെയ്തിരുന്നില്ല. Even at that time Jesus shared such a great news with women. ഈ ബുക്ക് ഒരു ഫാബ്രിക്കേറ്റഡ് ബുക്ക് ആയിരുന്നു. ഏറ്റവും പ്രൂഫ് അതാണ്. If Bible was a fabricated book, it might have altered. Right? എന്തിനാ അത് എഴുതി വെച്ചാൽ അതിന്റെ ക്രെഡിബിലിറ്റി അഫക്ട് ചെയ്യത്തില്ല സ്ത്രീകളെ. അപ്പൊ മാറ്റി എഴുതായിരുന്നല്ലോ. That itself is proof that this book is not fabricated. It's a report of God. മാറ്റി എഴുതിയിട്ടില്ല, അതങ്ങനെ തന്നെ വെച്ചു. Got it? ഇനി ഈശോയുടെ ജീവിതത്തിൽ സ്ത്രീകൾക്കുള്ള വേറെ സ്പെഷ്യൽ റോള് പറയട്ടെ. ഇപ്പൊ ഞങ്ങളൊക്കെ ഈ മിഷൻ ചെയ്യല്ലേ, ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഒരു മിഷൻ ചെയ്യുന്നു. യു ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ് മിഷൻ, അവർ ഫീഡ് മൈ ഷീപ്പ് ടീം. അപ്പൊ ഇതിന് സപ്പോർട്ടേഴ്സ് വേണ്ടേ, ഇതിന്റെ കാര്യങ്ങളൊക്കെ ഓടണ്ടേ, ഇതിന്റെ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യണ്ടേ. അപ്പൊ there will be some supporters from some part of the world. They will come up and support us. അതാണ്, അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. And you know something, during Jesus time also Jesus had some sponsors. Jesus had some supporters, some sponsors. അത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ നോക്കിക്കേ. Luke chapter 8 verses 1 to 3. Read it. Soon afterward he went on through cities and villages proclaiming and bringing the good news of the kingdom of God. And the 12 were with him. 12 apostles were with him. That's the team, right? Then. And also some women who had been healed of evil spirits and infirmities. Mary called Magdalene, from whom 7 demons had gone out, and Joanna, the wife of Chuza, Herod's household manager, and Susanna, and many others who provided for them out of their means. What is the qualification of those ladies, those list, who provided for them out of their means? Those ladies were supporting the ministry of Jesus with what they had. What they had is wealth, and they contributed that wealth to the ministry of Jesus. That means ഈശോയുടെ സ്പോൺസേഴ്സ് സ്ത്രീകളായിരുന്നു. ഈശോയെ സപ്പോർട്ട് ചെയ്തിരുന്നത് സ്ത്രീകളായിരുന്നു. Got it? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ ഈശോയുടെ കാര്യം വരെ? Now comes your turn. The question you asked. Paul. Eric, what do you think? പോളിനെ ഇഷ്ടമാണോ? സെയിന്റ് പോളിനെ വലിയ താല്പര്യം തോന്നുന്നല്ലോ, മുഖത്തൊരു ഇഷ്ടം. Saint Paul. No. He Actually Saint Paul said certain things which are misunderstood as he is against women. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ചിലർക്ക് ഇപ്പൊ recently also the other day a girl of your age came up to me and said, I hate Saint Paul. I said, I'm so happy that anyway you have described him saying saint, right? She didn't just utter I hate Paul. No, I hate Saint Paul. Fine, that's fine. Why? Because she is telling that Saint Paul told that women should not speak in the congregation, should not speak in the place of worship. That happened in 1 Corinthians 18. 1 Corinthians 18. അതാണ് ഇഷ്ടക്കേടായത്, ഇവർക്ക് ഇഷ്ടക്കേട് വന്നത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, കാണുന്നവരും മനസ്സിലാക്കി വെക്കേണ്ടത്. There was certain kind of disorder during worship. In order to implement certain order in the worship,
In that context, Paul was saying that you people, please be quiet. Even a parish priest will do the same, right? അപ്പൊ കോണ്ടെക്സ്റ്റിലായിട്ട് പറഞ്ഞൊരു സാധനത്തെ എല്ലായിടത്തേക്കും കൊണ്ടുവരുന്നത്. ഇനി ഒരിക്കലും ഇന്ത്യക്കെന്നല്ല പറഞ്ഞത്. Now you people, please be quiet. You got it? അതായിരുന്നു അതിന്റെ കോണ്ടെക്സ്റ്റ്. അപ്പൊ അത് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. The same Paul in 1 Corinthians chapter 11:5 is asking women to pray and make prophecies. നിങ്ങൾ പ്രവചിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പറയുന്നുണ്ട്. അപ്പൊ that means Paul is not radically against women, but contextually You have to think of it in ആ കോണ്ടെക്സ്റ്റ്. You got it? Yes. And വേറൊരു കാര്യമുണ്ടല്ലോ, ഈശോയുടെ കൂടെ സ്ത്രീകൾ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? Likewise, Paul also had fellow missionaries as ladies with him. Yeah, it can be found in Romans 16. ഇങ്ങനെ ഒരുമിച്ച് ലേഡീസും ഒക്കെ മിഷണറീസ് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നു. That means Paul is not against Women. Is that clear? Okay. Can you find out some saints in the history of Catholic Church? Francis. Women saints. Francis Assisi. Yes, fine. നമുക്ക് പെട്ടെന്ന് ശരിയാണ്. Because we also are living in a patriarchal society, right? പെട്ടെന്ന് നമുക്ക് മെയിൽ സെയിൻസിനെ കിട്ടത്തുള്ളൂ. ഫൈൻ. നല്ല കാര്യം. നമുക്ക് നല്ല കാര്യം. അൽഫോൻസാമ. നിങ്ങൾ അങ്ങ് ഏർലി ടൈം തൊട്ട് ചില സെയിൻസിനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കട്ടെ. Maria Goretti. Maria Goretti is fine. Nice answer. Earlier saints. Really? അഗസ്റ്റിന്റെ സെയിന്റ് Oh, yeah. സെയിന്റ് അഗസ്റ്റിന്റെ His mom. മം Yeah, സെയിന്റ് yeah, അഗസ്റ്റിന്റെ yeah. അമ്മ ആരാ? പേരെന്താ? I don't know. സെയിന്റ് അഗസ്റ്റിന്റെ അമ്മയുടെ പേര് സെയിന്റ് മോണിക്ക. സെയിന്റ് മോണിക്ക You got it. who prayed for her son for 17 long years, and that prayer brought the conversion of Saint Augustine. Saint Monica is a powerful saint. Can you imagine a mother praying for 17 years for the conversion of her son, and finally that son who was in a sinful stage converting and finally ending up as a bishop in the church. Saint Augustine. Saint Monica. Then നോക്കട്ടെ, നിങ്ങളെ കുറിച്ച് ഭയങ്കര ഇംപ്രഷൻ ആയിരുന്നു ലാസ്റ്റ് എപ്പിസോഡിൽ. ഇത് ബ്രേക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക്. ഈ കുരിശ് കണ്ടെടുത്ത ആളുടെ പേരറിയാം? കുരിശ് തപ്പിയെടുത്ത ആള്. No. Like in the, Fine. I will give a clue. She is the mother of a Roman emperor, and she traveled all the way to Jerusalem, and she found the cross on which Jesus was crucified. ഈശോയെ തറച്ചു കൊന്ന കുരിശ് കണ്ടെത്തിയത് ഇയാളാണ്, ഈ ലേഡിയാണ്. ആ ലേഡിയാണ്. അതാണ് നമ്മൾ സെപ്റ്റംബർ 14 കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാളൊക്കെ ആഘോഷിക്കത്തില്ലേ? ദ ഫീസ്റ്റ് ഓഫ് ക്രോസ്. അത് ഈ ഇവന്റ് ആണ്. ഏതാ? The mother of Emperor Constantine, Helena. Helena. കോൺസ്റ്റന്റൈന്റെ അമ്മയാണ് Helena. കോൺസ്റ്റന്റൈൻ അറിയാമോ? ഇതൊക്കെ ഏർലി സൈൻസ്. പിന്നെ ഉണ്ട് ഒരു സെയിന്റിന്റെ കാര്യം പറയട്ടെ. അത് നിങ്ങൾ എപ്പോഴെങ്കിലും പിന്നെ സമയം കിട്ടണം, വായിക്കണം. സെയിന്റ് കാതറിൻ ഓഫ് സിയന്ന. അങ്ങനെ കാതറിൻ ഓഫ് സിയന്ന, ഷീ ഈവൻ കറക്റ്റഡ് പോപ്സ്. അത്രയും പവർഫുൾ ആയിരുന്നു. ചില കാര്യങ്ങളിൽ, ചില ടീച്ചിങ്സിൽ, ചില കാര്യങ്ങളിൽ she even corrected popes, and the happiest thing is that popes received those corrections. നല്ലതല്ലേ? അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള സെയിൻസ്, വിമൻ സെയിൻസ് സഭയിൽ ഉണ്ടായിരുന്നു. ദെൻ റീസെന്റ് നമുക്ക് പവർഫുൾ ആയിട്ട് റീസെന്റ് സെഞ്ചുറീസിലുള്ളത് ഒന്ന് ഭയങ്കര നല്ലൊരു സെയിന്റ് ഉണ്ട്, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സെയിന്റ്, മദർ തെരേസ ഓഫ് കൽക്കട്ട അല്ലെ? സച്ച് ആൻ ഏഞ്ചൽ ഓഫ് ചാരിറ്റി. ദെൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വുമൻ സെയിന്റ്, അതായത് വലിയ മഹാത്ഭുതങ്ങളൊന്നും ചെയ്തില്ല. ഷീ hasn't done any wonders actually. She lived just for 24 years. 24 years. And she is addressed as the doctor of the church. Doctor of the church means the proper teacher of the church. Can you identify the saint? Just 24 years. A very cute little saint. Saint Teresa of Lisieux. Saint Teresa of Lisieux. Little flower. Little flower. Saint Teresa of Lisieux. Just lived for 24 years. ഭയങ്കര രസമുള്ള വിഷയത്തെയാണ്. എപ്പോഴും ഇത് വായിക്കണം. വിമൻസ് ഡേ ഒക്കെ വരുമ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ അതൊക്കെ വായിക്കും. ഈവൻ സീറോ മലബാർ ചർച്ച്, യു നോ ഹൗ മെനി സെയിന്റ്സ് വി ഹാവ് ഇൻ സീറോ മലബാർ ചർച്ച്? വി പീപ്പിൾ ആർ സീറോ മലബാർ. അത് ഉറപ്പല്ലേ? How many saints? Four. Who are they? Alfonso. Saint Alfonso, the first saint in Sierra Malabar Church. Saint Chavara. Euphrasia. Saint Euphrasia. Saint Mariam Theresia. Saint Maria Theresia. You know, you see it? Out of the 4 saints which we have, They're all women. 3 of them are women. Yeah. 3 of them are women. Don't think that the Catholic Church is male dominant. We have a lot of women saints in the church. You got it?
യെസ് ഫൈൻ. അപ്പൊ അത്രയൊക്കെ കിട്ടിയില്ലേ? ഫൈൻ. നമ്മളപ്പോ ഒരു ഫുൾ ടോപ്പിക്കാണ് കവർ ചെയ്തത്. Any other questions? I've got one. So in the Catholic Church, the rite we follow, completely, it's male priests. Oh yeah, I was in. Yeah. Some people Not just in Syro Malabar, the whole Catholic The whole Church. Catholic Yeah. Church. Okay. The Oh, whole sorry. Catholic, the whole Catholic yeah, Church. yeah. We don't see any Yeah. women priests. Yeah. So why is that? So you are sad about that we don't have any women? No, I'm just asking for a friend. No, I think it's like പൊതുവെയുള്ള ചോദ്യം. പുതുമയൊന്നുമല്ല, ക്ലാസിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ആൾക്കാർക്ക് സംശയമുള്ള ഒരു ചോദ്യമാണ്, വൈ വി ഡോണ്ട് ഹാവ് വിമൻ പ്രീസ്റ്റ്? സ്ത്രീ പൗരോഹിത്യം വൈ വി ഡോണ്ട് ഹാവ്? I just want to see your opinion. What do you think? Do you want women priests in the church? I mean, I wouldn't mind it. Yeah. I don't mind. What do you think? Weird. നിങ്ങൾക്ക് വിമൻ പ്രീസ്റ്റ് ഉണ്ടോ? നിങ്ങൾ അച്ഛന്മാരാവും? Will be priest. അച്ഛന്മാരെന്നുള്ള വാക്ക് ശരിയാവില്ല. അച്ഛന്മാരെന്ന് പറയുന്നത് Will you be priest? That's see simple ആണ്. ഞാൻ പറയാം, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. See, it's remember the term which I quoted in the beginning of this session. It is not about dignity, it's about vocation. It's about vocation. We have got different duties. See, നമ്മൾ മനസ്സിലാക്കി ഈശോയുടെ കൂടെ സ്ത്രീകൾ ഉണ്ടായിരുന്നു, and Jesus valued women even more than those things which happened in that society. അല്ലേ? But still Jesus had 12 apostles and none of them were women. First thing, none of them were women. He selected males as his apostles. And at the foot of the cross there were women, right? Yeah. Even in the Pentecost, in the event of Pentecost, there are women. Mother Mary was there. But why we are not seeing any women at the Last Supper? Because he passed it on to men. Last Supper is the place where two sacraments were instituted. Which are they? the Eucharist. The Eucharist Oh, and the church. and the priesthood. Eucharist and the priesthood were instituted in the Last Supper, and there no women were present. And you know, Saint John Paul II, he once said, we cannot have women priesthood in the church. Why? Because Jesus instituted it like that. We are helpless. We cannot do that. We cannot help with it. This is the way Jesus instituted it. And yet another thing is that, see, it's all about a symbolism. Jesus is the bridegroom and church is the bride. And the priest is acting in person of Christ. മിശിഹ മണവാളനും സഭ മണവാട്ടിയുമാണ്. പുരോഹിതൻ ഈശോയുടെ പ്രതിനിധിയായിട്ട് നിൽക്കുക, ഈശോയുടെ ഇൻ പേഴ്സണൽ വർക്ക് ചെയ്യാൻ. അപ്പൊ അതാരാണ്? ബ്രൈഡ് ഗ്രൂം, വരനാണ്. ആൻഡ് ദാറ്റ് ഷുഡ് ബി എ മെയിൽ. Then only the symbol will properly work. And the congregation of worship is the church is the people is the bride. This is the bridegroom. Should be like. It's not about holiness. It's not about dignity. It's about different vocation, different call we have got. See, ഇത്ര ഓർത്ത് വെച്ചേക്കണം നിങ്ങൾ പെൺകുട്ടികൾ കേൾക്കുന്നവര്. There is no priest as holier as Mother Mary. There is no priest ever in the history as saintly as Mother Mary. But Mother Mary was not a priest. അത്രേ ഓർത്താ മതി. It's not about holiness. It's not about holiness. It's not about dignity. We have got different call. അത്രേ ഉള്ളൂ. Is it clear? Yes, fine. Any other question? Why do we like in the പലരും എപ്പോഴും ഷോൾ ഇടുന്നത്? കുർബാനയില് കുർബാനയുടെ സമയത്ത് why are we asked to wear that veil, right? എന്തിനു നമ്മൾ ആ വെയിൽ ഇടണം? അങ്ങനെ ഇടാറുണ്ടോ? ഇവിടെ ഓസ്ട്രേലിയയിലൊക്കെ നിങ്ങൾ വെയിൽ ഇടാറുണ്ടോ? ഉണ്ടോ? ഇവർ ഇടാറുണ്ടോ? ഞാൻ അധികം ഇടാറില്ല. ചിലപ്പോ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോ ഇടും, അല്ലാത്തപ്പോ മുടിയുടെ ഇതൊക്കെ പോവായിരിക്കും. അഞ്ജലി ഇടാൻ ഇഷ്ടമാണ്. ആ ഒരു നിപ്പ് ഇഷ്ടമാണോ? നിപ്പ് ഇഷ്ടമാണ്. Yes. See, it was Paul in 1 Corinthians 11 who asked to use that veil. Whenever women, ഇതാണ് എനിക്ക് പോളിന് ഇഷ്ടമില്ല. Paul is telling that എപ്പോഴൊക്കെ സ്ത്രീകൾ ആരാധനയിൽ വരുന്നു അപ്പോഴൊക്കെ എന്ത് ചെയ്യണം? ഈ മേൽ വസ്ത്രം, ഇത് മേൽമുണ്ട്, ഈ കൈൻഡ് ഓഫ് വെയിൽ അത് ധരിക്കണം.
And we are so happy that our earlier generations, they used to do that. Nowadays, നമ്മളിങ്ങനെ ഫ്രീഡം തോട്ടൊക്കെ ഭയങ്കര കൂടിയപ്പോൾ നമുക്ക് തോന്നി ദിസ് എ കൈൻഡ് ഓഫ് ജെൻഡർ ഓപ്പറേഷൻ തോന്നിപ്പോയി. ജെൻഡർ ഓപ്പറേഷൻ ആയിട്ട് കണ്ടാൽ പിന്നെ രക്ഷയില്ല, പിന്നെ നമുക്ക് നിർബന്ധിച്ചിരിക്കാൻ പറ്റുകയില്ല. Actually, it's not a gender operation, but it's a kind of an expression of worship. We have to express our adoration, our worship, right? And സ്ത്രീകൾ ഇത് ഇടുമ്പോൾ actually it's an expression of worshiping God. അത്രേ ഉള്ളൂ. അപ്പൊ ചില ചോദിക്കാം, പിന്നെ ആണുങ്ങൾക്ക് എന്താ കിട്ടാറുണ്ട്? We have got different vocations. നമ്മളിപ്പോ ആണുങ്ങൾ സ്നേഹിക്കുന്ന പോലെ അല്ലല്ലോ പെണ്ണുങ്ങൾ സ്നേഹിക്കുന്നത്. ആണുങ്ങൾ വർത്തമാനം പറയുന്ന പോലെയല്ല പെണ്ണുങ്ങൾ വർത്തമാനം ചെയ്യുന്നത്. We have different expressions. അങ്ങനെ വിചാരിച്ചാൽ മതി. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, സ്ത്രീകൾ സഭയില് ഇത് ഇടണം, പുരുഷന്മാര് ശിരോവസ്ത്രം ധരിക്കരുത്. ശിരോവസ്ത്രം ധരിക്കരുത്. ശിരോവസ്ത്രം മീൻസ് ദ വെയിൽ. ശിരോവസ്ത്രം മീൻസ് ദ ഗാർമെന്റ് വിച്ച് യൂസ് ടു കവർ അവർ ഹെഡ്. ദാറ്റ്സ് കോൾഡ് ശിരോവസ്ത്രം. അത് ആണുങ്ങൾ ധരിക്കരുത്. അതിന് വേറൊരു കാരണങ്ങളുണ്ട്. ഈ കൊറിന്തിലെ കമ്മ്യൂണിറ്റിയിലെ ദ കമ്മ്യൂണിറ്റി ഓഫ് കൊറിന്ത്, അവിടെ ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന കുറച്ച് പ്രശ്നങ്ങൾ അന്നേ അവിടെ ഉണ്ടായിരുന്നു. ഈ ജെൻഡർ കൺഫ്യൂഷൻസ്. A girl is telling that I am a boy. ഓസ്ട്രേലിയ കാണുന്നില്ലേ നിങ്ങൾ? A boy is telling that I am a girl. അത് അന്നേ ഉണ്ടായിരുന്നു. അന്ന് പൗലോസ് ശ്ലീഹ അന്നും ഉണ്ടായിരുന്നു. പൗലോസ് ശ്ലീഹ കറക്റ്റ് ചെയ്തതാണ്, പെൺകുട്ടികൾ ഇത് ധരിച്ചോണം, സ്ത്രീകൾ ധരിച്ചോണം, പുരുഷന്മാർ ധരിച്ചേക്കരുത്. ധരിച്ചേക്കെന്ന് പറഞ്ഞാൽ നീ പെണ്ണ് കളിക്കാൻ പോരെന്നാണ് പറയുന്നത്. പെണ്ണാണ് ശ്രമിക്കരുത്, പെണ്ണുങ്ങളാണ് ചെയ്യേണ്ടത്, ആണുങ്ങൾ ചെയ്യരുത്. അങ്ങനെ തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ പക്ഷെ ആണുങ്ങൾ ശിരോവസ്ത്രം ധരിക്കുന്ന ഏതെങ്കിലും കേസ് നിങ്ങൾക്ക് അറിയാമോ? എനിവേ, ബിഷപ്സ് ഇത് തലയിൽ ഇത് വെക്കുന്നില്ലേ അല്ലേ? നമ്മളെ ഫേസ് ചെയ്യുമ്പോൾ മാത്രം. നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും ഉണ്ടല്ലോ ബിഷപ്പിൽ നിന്ന് കുർബാന ലീക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, വൈ ബിഷപ്പ് ഈസ് വിയറിംഗ് ദാറ്റ്? അതിന്റെ അർത്ഥം എന്ന് അറിയാമോ? ഇത് ശ്രദ്ധിച്ചോണേ. നിങ്ങൾ കുർബാനയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബിഷപ്പിന്റെ കുർബാന കൂടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അപ്പൊ ഇത് കുർബാനക്കിടയ്ക്ക് ഇതിങ്ങനെ വെക്കും, ദൂരും വെക്കും, ഇടയ്ക്ക് ഊരും. അപ്പൊ എന്താണെന്നറിയ സംഭവം? അതായത് whenever the bishop is facing the congregation, that means teaching authority is used, he will wear that. That means the power of his office. He is the teacher, he is the authority, he is the bishop. അപ്പോൾ ഇവർക്ക് പഠിപ്പിൽ കൊടുക്കുമ്പോൾ അന്നാ പെസഹ തിരുനാളിൽ ദാറ്റ്സ് an exhortation. അപ്പൊ അന്നാ പെസഹ പാടുമ്പോൾ ഇത് വെക്കും. അന്നാ പെസഹ കഴിയുമ്പോൾ പിന്നെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആരോടാ പറയുന്നത്? ദൈവത്തോട്. അപ്പൊ ഇത് മാറ്റും. കിട്ടുന്നുണ്ടോ? ഗോസ്പൽ ഈസ് റെഡ് ടു ദ കോൺഗ്രിഗേഷൻ. ആ സമയത്ത് എന്ത് ചെയ്യും? ഇത് വെക്കും. കിട്ടുന്നുണ്ടോ? പക്ഷെ കർത്താവിനെ വിളിക്കുമ്പോൾ ഇത് മാറ്റും. കർത്താവിന് മുമ്പിൽ പുരുഷൻ ഇത് വെക്കാൻ പാടില്ല. ഹ്യൂമിലിറ്റി, ഹംബ്ലിംഗ് ഹിംസെൽഫ്, ഇത് മാറ്റും. അപ്പൊ അതോറിറ്റി ഇല്ല, ദൈവത്തിന് മുമ്പിൽ അതോറിറ്റി ഇല്ല. ആൻഡ് ഫോർ ദ ഫൈനൽ ബ്ലെസ്സിംഗ് അഗൈൻ ദ ബിഷപ്പ് വിൽ ബി വിയറിംഗ് ഇറ്റ്. നമുക്ക് ബ്ലെസ്സിംഗ് തരികയാണ് അതോറിറ്റിയോടെ. കിട്ടിയോ? അപ്പൊ ഇത് രസം നോക്കി, അതിനൊക്കെ സിംബോൾസും ഉണ്ട് ഇത് ചെയ്യുന്നത്. യു ഗോട്ട് ഇറ്റ്? യെസ്, ഫൈൻ. ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ഈ തലയിലിടുന്നത് ഞാൻ പറഞ്ഞില്ലേ, ആക്ച്വലി എനിക്ക് എന്റെയും ആഗ്രഹം നമ്മുടെ പെൺകുട്ടികൾ എല്ലാവരും അത് മനസ്സിലാക്കി ഇട്ടിരുന്നെങ്കിൽ, സന്തോഷത്തോടെ, ഓപ്പറേഷനായിട്ട് വേണ്ട, സന്തോഷത്തോടെ ഇട്ടിരുന്നെങ്കിൽ. അതിനെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോയി സെർച്ച് ചെയ്യേണ്ട ഒരു സാധനം ഞാൻ പറയാം. പാഷൻ ഓഫ് ക്രൈസ്റ്റ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് മൂവിയില് ഈശോ ഇങ്ങനെ കുരിശെ തറച്ചിട്ട് ഇങ്ങനെ കുരിശെടുത്ത് ഇങ്ങനെ നാട്ടുന്നൊരു സീനുണ്ട്. അപ്പൊ ഇങ്ങനെ നാട്ടും ഇങ്ങനെ കുരിശ് ഇങ്ങനെ വന്ന് വീഴും, ഒരു കുലുക്കമൊക്കെ ഉണ്ട്. കുരിശ് ഇങ്ങനെ വന്ന് വീഴുന്നുണ്ടോ? ഈശോ ബോഡി ഷേക്കിംഗ്. അത് വല്ലാത്തൊരു സീനാണ്. അപ്പൊ ഇങ്ങനെ അവിടെ നിന്ന് കഴിയുമ്പോൾ ഉടനെ ഈ മദർ മേരിയുടെയും മേരി മാഗ്ദലിന്റെയും റെസ്പോൺസ് എന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മദർ മേരിയും മേരി മാഗ്ദലിനും ചെയ്യുന്നത്, അവരുടെ ഈ ഷോളില്ലേ, ഇവരുടെ ഈ മേലങ്കി എന്ന് പറയുന്നത്, ഔട്ടർ ഗാർമെന്റ്, ഇവരെന്തെന്നറിയാമോ? ഇവരിതെടുത്ത് തലേ കൂടി ഇടും. ഇവർ തലേ കൂടി ഇട്ട് ഈ ഷോ ഇങ്ങനെ നോക്കും. That's mean the purest expression of worship. They are worshipping the crucified. കുളിര് കയറുന്നു. അപ്പൊ ഇനി തൊട്ട് ഇതിട്ട് നിൽക്കുമ്പോൾ മാതാവിനെ പോലെ, മഗ്ദലന മറിയത്തെ പോലെയൊക്കെ വർഷിപ്പ് ആണെന്നുള്ള ഓർത്ത് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അപ്പൊ നമ്മളെല്ലാവരും ഇത് ചെയ്യും. I have a word of appreciation to those Jacobite Orthodox people. നമ്മുടെ നാട്ടിലെ ജാക്കോബൈറ്റ് ഓർത്തഡോക്സ് പീപ്പിൾ ഇല്ലേ, അവരിത് കൃത്യമായിട്ട് ചെയ്യും. ശ്രദ്ധിച്ചാൽ മതി. ഉണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ അങ്ങനത്തെ? അവിടുന്ന് വന്നവർ അവരിത് കൃത്യമായിട്ട് ചെയ്യുന്നറിയോ? ഈവൻ വെൻ വി ആർ മേക്കിംഗ് എ പ്രെയർ അറ്റ് ദെയർ ഹോം, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അച്ഛൻ വീട്ടിൽ വന്നിട്ട് അല്പം വിസിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പറയാണ്, നൗ ലെറ്റ്സ് മേക്ക് എ പ്രെയർ എന്ന് പറഞ്ഞ ഉടനെ ഉണ്ടല്ലോ, ഈ പെൺകുട്ടികളോ ഈ അമ്മമാരൊക്കെ ഓടിപ്പോയി എന്തെങ്കിലും ഒരു ഷോൾ എടുത്തുകൊണ്ട് വന്നിട്ട് തലകൊണ്ടിട്ട് നിൽക്കും. ഹൗ ബ്യൂട്ടിഫുൾ ദാറ്റ് ഈസ്. ശരിക്കും നമ്മൾ അത്തരം വാല്യൂസ് കളയരുത്. അത് ഓപ്പറേഷനായിട്ട് എടുക്കണ്ട. That's an expression of our worship. That's our privilege. എന്ന് വിചാരിച്ചാൽ it's fine. Got it? Yeah, that's fine. Then
ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ തെറ്റാണോ? Like, ഓ ഇഷ്ടമില്ലാത്ത പോലാണല്ലോ ഇത്രയും ഞാൻ ചെയ്യും. ചെയ്തില്ല തെറ്റെന്നൊന്നും പറയാൻ പറ്റത്തില്ല മോളെ. ചെയ്തത് പാപമൊന്നുമല്ല, അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. യെസ്, നമ്മൾ സന്തോഷത്തോടെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ എന്റെ മുടി പോകുന്നതുകൊണ്ട് ഞാനത് ചെയ്യില്ല, അതത്ര ഫെയർ ആണോ? അത്രേ ഉള്ളൂ. യെസ്, ഫൈൻ, ഗുഡ്, യെസ്, ഫൈൻ. ഇനിയും വേറെ എന്തെങ്കിലും എനി അതർ ക്വസ്റ്റ്യൻസ്? ഓപ്പൺ എനി അതർ ക്വസ്റ്റ്യൻസ്? ചിലപ്പോൾ നമ്മളിങ്ങനെ ആളുകളൊക്കെ പറയും ഈ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അപ്ലിഫ്റ്റിന് വേണ്ടിയിട്ട് സഭയൊന്നും ചെയ്തിട്ടില്ല. ഒരിക്കലും അത് നിങ്ങൾ അതിന്റെ ഒന്നും പുറകെ പോകരുത്. യുനോ വൈ? അവർ സിസ്റ്റേഴ്സ്, അത് തന്നെ വലിയ എന്തോരം സിസ്റ്റേഴ്സ് ആണ് നമ്മുടെ സഭയിൽ അവർ ഉയർന്നു വന്നിരിക്കുന്നത്. യുനോ ദ കേരള സിറ്റുവേഷൻ, അറ്റ്ലീസ്റ്റ് ഇൻ കേരള, യുനോ വുമൻ എഡ്യൂക്കേഷൻ വാസ് പ്രൊമോട്ടഡ് ബൈ സിസ്റ്റേഴ്സ് കാത്തലിക് ചർച്ച്. കാത്തലിക് ചർച്ച് എത്ര വുമൻസ് കോളേജ് ഉണ്ട് നമുക്ക്? നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ പേരൻസ് ചോദിക്കും വിമൻസ് കോളേജ് പഠിച്ചത്, ആന്റിമാരൊക്കെ പഠിച്ചത് വിമൻസ് കോളേജില്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്നതിന്റെ ഒരു കാരണം യുവർ അമ്മാസ് വേർ എഡ്യൂക്കേറ്റഡ്. ചിന്തിച്ചു നോക്കിക്കേ, നോട്ട് ജസ്റ്റ് യുവർ അപ്പ, യുവർ അമ്മ വേർ എഡ്യൂക്കേറ്റഡ്. കാരണം എന്താ? വി ഹാഡ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് ആരെ കൊണ്ടുവന്ന? ചർച്ച്. അപ്പൊ വിമൻ അപ്ലിഫ്റ്റിന് വേണ്ടി സഭയൊന്നും ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? നമ്മൾ ഈ പ്രീസ്റ്റ്ഹുഡ് മാത്രം വെച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് ഒത്തിരി കാര്യങ്ങൾ സഭ ചെയ്യുന്നുണ്ട്. അപ്പൊ ക്രിസ്ത്യാനിറ്റി ഈസ് ഓൾവേസ് പ്രോ വുമൻ. വുമൻസ് ഡേ ആഘോഷിക്കുമ്പോൾ ആക്ച്വലി ക്രിസ്ത്യാനിറ്റി, കാത്തോലിസിസം ഷുഡ് ബി പ്രൗഡ് ഓഫ് അവർ വുമൻ. Isn't it? Yes, fine. Yeah, good. അപ്പൊ അങ്ങനെ, അപ്പൊ നിങ്ങളുടെ അമ്മമാരെയൊക്കെ അവരോടൊക്കെ വുമൻസ് ഡേ ഗ്രീറ്റിംഗ്സ് നമ്മളിന്ന് ശരിക്കും ആക്ച്വലി വി ഹാഡ് എ വെരി സ്ട്രോങ് in-depth discussion, right? Not just shallow, not just peripheral, but we got into the depths of the topic. നിങ്ങൾ നന്നായിട്ട് ചെയ്തു. But now it's your turn. എന്നെ ഇവരൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്, ഫീഡ് മൈ ഷീപ്പിന്റെ ഫോളോവേഴ്സ് ഒക്കെ. Now it's your turn. I want each of you to share with them a word of greeting with regard on the context of this Women's Day. ഒന്ന് പറഞ്ഞു നോക്കി. നിങ്ങളുടെ അമ്മയൊക്കെ ഓർക്കുക, നമ്മുടെ അഞ്ജലിയെ മിയായി ഓർക്കുക. They also belong to that group, right? അപ്പൊ നമ്മുടെ എല്ലാ അമ്മമാരും, ആക്ച്വലി നമ്മുടെ അമ്മമാര്, നമ്മുടെ ചേച്ചിമാര്, നമ്മുടെ അനിയത്തിമാര്, അവർ ഗ്രാൻഡ്മ ഇവരൊക്കെ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അവരെയൊക്കെ നന്ദിയോടെ ഓർത്ത് the heart of gratitude, share a word of greeting to them. Yeah. Who is going to do it first? Yeah. No, I can go first. Yeah, sure. To everyone watching, to all the women in particular, especially mums and aunties, grandmas, everyone, that you guys are the real drivers for Christian community, especially for us Syro Malabars. I think we mentioned earlier that mums are very, very strong, independent people who never give up. And so for being like that, thank you. And you guys. How beautiful that is. സീറോ മലബാറിന്റെ അമ്മമാര് എസ്പെഷ്യലി ഇത് പറയുമ്പോഴേക്കും ബാക്കി അമ്മമാരൊക്കെ നല്ലതല്ല. ഇവർക്കിത് അവരുടെ കോണ്ടാക്റ്റിൽ അവർ അറിയാവുന്ന കാര്യമാണ് പറഞ്ഞത്. അവര് പറഞ്ഞത് അവർ അമ്മ, they are strong people, they won't give up easily. പെട്ടെന്ന് തോറ്റു കൊടുക്കില്ല, they are fighters. നമ്മളിപ്പോ ഈ ട്രോളുകളിലൊക്കെ പറയുന്നുണ്ട് വീട്ടിലൊരു പോരാളിയുണ്ട്. വീട്ടിലെ പോരാളിയാണ് നമ്മുടെ അമ്മമാര്. എല്ലാ അമ്മമാരെ ഓർത്ത് നമുക്കൊരു വിഷയം. And now it's your turn. എന്റെ വക എല്ലാ അമ്മമാരും ചേച്ചിമാരും ആന്റിമാരും അമ്മച്ചിമാരും എല്ലാരും ഒരു താങ്ക് യു മീൻസ് എന്ത് വഴക്കുണ്ടാക്കിയാലും എപ്പോഴും തിരിച്ചു വരും നമ്മളെ അടുത്ത്. അതൊരു വലിയ കാര്യമാണ്. ആക്ച്വലി ശരി, അതെന്ത് രസമായിട്ടാ മനു പറയുന്നത്. അതായത് നമ്മുടെ അമ്മമാരാണ് the presence of God's forgiving love in our home. ദൈവത്തിന്റെ സ്നേഹം ഫോർഗിവിംഗ് ലവ് ആണ്. അതിന്റെ നമ്മുടെ ഡൊമസ്റ്റിക് എക്സ്പ്രഷൻ ആണ് നമ്മുടെ അമ്മ. എത്ര തെറ്റിപ്പോയാലും ഷി വിൽ ഫോർഗിവ്. അമ്മ നമ്മളെ തിരിച്ചു വരും. പോട്ടെ, സാറി ശരിയല്ലേ? നമ്മുടെ അമ്മമാരെ ഓർത്ത് നന്ദി പറയാം. Now it's your turn. I just want to say I'm grateful for all the moms out there. എൻ്റെ അമ്മച്ചിയൊക്കെ എന്താ കഴിഞ്ഞ വർഷം മരിച്ചതായിരുന്നു. Grandma. അമ്മച്ചിയുടെ dedication to the church ഒക്കെ കണ്ടിട്ട് എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നി. And so അതിലേക്ക് നല്ല തോട്ട് എൻ്റെ കുഞ്ഞെ, നല്ല തോട്ട്. See, when you lose your love towards the church, just look at the older generations. Get some inspiration from them. Very easy. എപ്പോഴൊക്കെ ഈശോയോട് സഭയോട് സ്നേഹം പോകുന്നു അപ്പോഴൊക്കെ പഴയ തലമുറയിലേക്ക് നോക്കുക. Get inspiration from them. Love Messiah and love His church. Got it? Yes, fine. There.
I wanted to say we're all very grateful for our moms, Amitis, Chichimar. They're all very nice. And I wanted to say, moms, like women in general, they're very dedicated to everything. Whether it be kids, whether it be work, whether it be church as a Christian, every identity they have they're always very dedicated to it. And so as strong women, we wanted to appreciate that. So happy Mothers. So Allah. we are happy. Women Day. അപ്പോൾ എല്ലാവർക്കും വിമൻസ് ഡേയുടെ എല്ലാ ആശംസകളും ഞങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. എറിക്കിനും മനുവിനും അഞ്ജലിക്കും മിയായ്ക്കും താങ്ക് യു. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. Thank you, sir.